അതിനെ വലിയ വേറെ ഒന്നില്ല ബ്രോ. എന്റെ തോക്കൊണ്ട് എന്നെ വെറുതെ പ്രശ്നക്കാരനാക്കല്ലേ. എന്നെ തോക്കില്ല, അതാണ് എന്നെ തോക്കില്ല. എന്നെ വെറുതെ വയലന്റ് ആക്കരുത്. എന്റെ തോക്കൊണ്ട് തോക്കൊണ്ട് ഞാൻ കൈ വെക്കണ, കൈ വെക്കണ. ഇത് തോക്കാണ് ഇത്. കൈ നോക്കി. നീ ഒരു മുണ്ടയാന്ന് പറയണ സ്വന്തമായിട്ട്. അത് ചോക്കാണ് ജീവന് പേടിയുണ്ടേ പറഞ്ഞോ. നിക്കേ തോക്ക വെള്ളം ഇല്ല, ഇത് വെടി പോകുന്ന ചോക്കാണ്. ഇത് വാട്ടർ ഗൺ അല്ലടാ. ഇത് വാട്ടർ ഗണ്ണാണെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് വാട്ടർ ഗൺ അല്ല, ഇത് വാട്ടർ ഗൺ അല്ലെന്ന്. ഇത് ഈ ടയർ വെടി. കണ്ടാ 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 കണ്ടാ. ഇത് വെടി പൊട്ടുന്ന ചോക്കാണ് മനസ്സിലാണേ. എന്നെ പൊന്നണ്ണ എന്റെ ഭയം എടുക്കണം മനസ്സിലായോ. ഡ്രാമ ബ്രോ. ഇവിടെ വേടാ, ഇവിടെ വേടാ, ഇവിടെ വേടാ കള്ള. ഇവിടെ വാ. നീ എന്താ ഗ്യാങ് ആണോ നീ? ഞാനോ? അയ്യോ ഗ്യാങ് ആണോ? അല്ല ഗ്യാങ് അല്ല, വെറുതെ കളിക്കണോ നീ? നീ മാസ്ക് കൊറ കള്ള. മാസ്ക് കൊറ നീ. ഇത് ശരത്തേട്ടാ ഇത്. നിന്നെ കണ്ട എന്റെ ചേട്ടനെ പോലെ ഉണ്ട്, അതുകൊണ്ട് വെറുതെ വിടാം. ചേട്ടന്റെ പേര് ജോക്കർ. ചേട്ടനാളായിട്ട് വരും. മുച്ചിരി എത്ര പേര് വള്ളിയെടുക്കുന്നേ. മാസം നടന്നു പോണ്. എന്താണ് നിനക്ക് വാസനയുടെ കുറവുണ്ടോ? തോക്കാണ് ഞാൻ പൊട്ടിക്ക്. എന്നെ വെറുതെ വയലന്റ് ആക്കല്ലേ. എന്താടാ തണ്ടി മുച്ചിരി 5 പേരെ പിടിച്ച് വള്ളിയെടുത്തോണ്ട് തലക്കെട്ട് അടി വെടി വെക്കടാ. എന്തിനാ തോക്കും കൊണ്ട് നടക്കുക? നിന്നെ വിളിക്കട്ടെ. വെടി വെച്ച് നോക്കന്നെ. നിന്നെ വെടി വെച്ചാ വെടി വെച്ച് നോക്കുന്ന നീ ഒന്ന് ഗ്യാഗാണോ? നീ ഗ്യാഗാണോ? എവിടെ പ്രശ്നം? അത് മഞ്ഞേഷ്, ഞാൻ പച്ചേഷ്. അറിയണ്ടാടാ. മൂടേശാ എന്താടാ കോണ? എന്താടാ കോണ? എന്താടാ വലിയ തോക്ക് കോണ വേണ്ടേ? ഇടിച്ചിടിച്ച് ബ്രോ. കുഴപ്പമില്ല, അത് എന്റെ പയ്യനാ. ഇവനെ കൊണ്ടോ നിങ്ങൾ ചോദിക്കാൻ വഴിയോ മഞ്ഞ മുടീനെ? മുച്ചിരി അടിയടാ. മുച്ചിരി മരിച്ചടാ. കഴിവറാ പോൻ. കത്തിച്ചടാ. ഓത്ത് വെയില മുച്ചിരി വെടിവെക്കത്തില്ല. സിറ്റുവേഷൻ ആണാ. കുട്ടേട്ടാ F4 മൂൺ വാക്ക് ഇട്ടങ്ങ് പോയാലോ.
അയ്യോ അത് റിവേഴ്സ് പോകുന്നു വൈരോത്ത്. അവന്മാർ 5 പേരൊന്നും ഉണ്ടായിരുന്നടായി. മുച്ചിരി പോയിട്ട് അവന്മാരത്ത് ഇത് കൊടയടിക്കുക. എത്തിരി ചെയ്യാനാ പേടിയില്ല. ഇത് പോട്ടർ ഇടല്ലേ വേറെ എവിടെയാ മറ്റേ കത്തിച്ച് മറ്റേ എത്തിച്ചില്ല. ഇവൻ അപ്പുറോട്ട് കത്തിക്ക്. ഇവൻ മറ്റേ തന്നെ ഉണ്ടോ? നീല ഇല്ലടാ ചുമ്മാ ഇട്ടതാ പോയില്ലല്ലോ. എനിക്കാണെങ്കിൽ ജലദോഷം, അതുകൊണ്ട് ആ മൂക്കി പിടിച്ചങ്ങനെ സംസാരിക്കാൻ പറ്റുള്ള. എന്തിനാണ് കൂട്ടുകാരാ ചുമ്മാ നമ്മളെ പയ്യനടിക്കുന്നത്? ഒരു 10 പേരുണ്ടോ ഒരു മയില് ഇവിടെ. താങ്ക് യു സോ മച്ച്. ഡേയ് മഞ്ഞേശേ മുഷീരി നീ ഇച്ചിരി ടീ കഴിക്കണം കേട്ടോ. ഒരു 3 പേരെ കടിക്കാനുള്ള ത്രാണി എത്തില്ല. താണിലേക്ക് നീ എത്തണം. വൈകിട്ട് പോയാ അവ അടിക്കാൻ പറഞ്ഞു, അവനെ അടിച്ച്. എടാ മുച്ചിരി ഞാനേ എടാ അവനുണ്ടല്ലോ നീ അടിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു സ്പ്രേ കൊടുത്ത അവൻ തലക്കിട്ട്. എടാ നമുക്ക് വെറുതെ മുതുകിലോട്ട് പോവാ. അപ്പൊ ആരെങ്കിലും ഓർമ്മിപ്പിച്ചു തരും. എടാ ഞാൻ പറഞ്ഞു എടാ ഞാൻ ഉണ്ടല്ലോ ടൂഡിങ് കൊടുത്തപ്പോ അവർ റീഫ്രഷ് ചെയ്തൊരു ഓട്ടോ ഓടിക്കളഞ്ഞാൽ ആ കഴിവറാവൻ. ഞാൻ നോക്കും 4-5 ആൾക്കാർ എന്നെ ബേക്കിന്ന് അടിക്കുന്നറാ. ഡബിൾ ടിങ് എടുത്ത് നീ അടിക്കുന്ന ഫസ്റ്റ് അവൻ നീ അടി അപ്പൊ നോക്കാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അവന്റെ തല എയിം ചെയ്ത് ഒരു സ്പ്രേ ചെയ്ത് 2 ടിങ്ക് ആയപ്പോഴേക്കും അവൻ റീഫ്രഷ് ചെയ്ത്. അപ്പോഴേക്കും അവന്റെ കൂടുതലുള്ള എല്ലാരും കണ്ടെടുത്ത് വാ 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 തെല്ലുകൊണ്ട് ചാവല്ല നടക്കണത്. ഇതിപ്പോ വണ്ടിയുടെ എടാ അതെ അഡ്മിൻ ചെക്ക് ഹെൽപ്പ് ഞാൻ പറഞ്ഞില്ലേ ഇനി അഡ്മിൻ അടുത്ത് വരുന്ന കരഞ്ഞ്. ഇതാണ് ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ആക്കണ്ടത്. അളയാ റിപ്പയറിലളയാ ഓർമ്മയൊന്നും ഇല്ലടാ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ. എടാ ഞാനും മുച്ചിരി ഒന്നും സംസാരിക്കുന്നില്ല കേട്ടാ ജുഗുറു. അവിടെ വന്നവന്മാർ ഡേ ജുഗുറു ഡേ എടാ മുച്ചിരി നീ സംസാരിക്കല്ലേ? കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊക്ക് അവൻ വന്നിട്ടേറ്റ് ഈ മഞ്ഞമുടിനെ വെടിയൊക്കെ ഇട്ടേച്ച്. അപ്പൊ ഇവൻ തമാശ വെടിവെച്ചോറും അപ്പൊ അവൻ ചുമ്മാ ഇന്ന് വെടിവെച്ചു. അപ്പൊ നമ്മളങ്ങ് കൊന്ന് കത്തിച്ചു. അത്ര തന്നെ. ധൈര്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞില്ലേ? ധൈര്യം ഉണ്ടെ വെടിയിക്കണം നീ പറഞ്ഞില്ലടാ. അമ്പി കളിക്കല്ലേ നീ പറയണ കാര്യമായിട്ട് പറ. അപ്പൊ നീ പറഞ്ഞു കാണും നിനക്ക് എന്നും പറഞ്ഞ വെടി വെക്കണം ചുമ്മാ. നിന്റെ പറയാ ധൈര്യം ഉണ്ടെ വെടി വെച്ച് നോക്കുന്നു. അപ്പൊ നിനക്ക് വെടിവെക്കുന്നില്ല. ധൈര്യം ഉണ്ടെ വെടിവെക്കുന്ന പറഞ്ഞാണോ നിന്റെ തമാശ? ഞാൻ പറഞ്ഞ വെടി വെച്ചോളാൻ. ധൈര്യമായിട്ട് വെടി വെച്ചോളല്ല, ധൈര്യം ഉണ്ടെങ്കിൽ നീ വെടി വെക്കും എന്നാണ് നീ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ പറയുമ്പോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഓക്കെ ഈ വണ്ടിക്കകത്തൊന്നും എനിക്ക് വണ്ടിക്കകത്ത് എടാ ഇപ്പൊ അവന്റെ സംസാരം കണ്ടല്ലോ. നിന്റെ അടുത്തൊക്കെ ഒന്ന് അമ്പി കളിക്കുമായിരുന്നു. മനസ്സിലായത്? ഈ സൈഡിൽ നടത്തും കൊണയടിക്കുന്നുണ്ട് അമ്പി കളിക്കുന്ന. വെടിയായിട്ട് പോണോ? ഇതാറ വണ്ടിക്കാണ് താളം അടിക്കുന്നത്. എടാ എന്താ വെച്ചാലേ നിന്റെ പേരെന്തോ സംസാരിക്കുന്നവരെ അടിക്കാനാണോ? ആണ് അടിക്കാനാണ് കണ്ണ്. അല്ലടാ അടിക്കാനല്ലേ കണ്ണ്. പിന്നെ ഇതിനെ കാണാനാ സിറ്റുവേഷൻ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? നീയല്ലേ കൊണയായിട്ടുണ്ടോടാ? പിന്നെ കൊണയായേ
വാടാ 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 ഇതിപ്പോ എന്തിനാ ഈ തോക്ക് വരുന്നില്ല കയ്യില്. എടാ ഇതെന്ത് പിയല്ലാടാ മയില്, ഇത് എന്ത് കുണ്ണളിയാ. അവന്മാരിപ്പോ എന്ത് ഇങ്ങോട്ട് വെടിവെച്ചത്? എടാ അവന്മാരെന്നെ ഇങ്ങോട്ട് പറഞ്ഞില്ലടാ ഒന്നും കൂടെ ഇനിഷ്യൽ എടുക്കാന്ന്. പിന്നെന്തുവാ അപരാധം. കേക്കാവോ? ആ കേക്കാം കേക്കാം. എടാ ബേസിക്കലി സ്റ്റീവ് വന്നിട്ട് ഇല്ല സൗണ്ട് മാറ്റിയാണ് സംസാരിച്ചത്. അതല്ല ഇപ്പൊ ഈ നിങ്ങളുടെ വണ്ടി വന്നില്ല, വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് ആദ്യമേ തുടങ്ങിയത് നിങ്ങളാ അമ്പി കളിക്കുന്നോടാന്ന് പറഞ്ഞത്. അമ്പി കളിക്കുന്നത് അമ്പി കളിക്കുന്നോടാ. എന്റെ ബാക്കി ഞാൻ നിൽക്കുക അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സ്റ്റീവ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അമ്പി കളിക്കുന്നോടാ. അത് പിന്നെ ഇതല്ലേ കൊണയല്ലേ? ഞാൻ പറയണേക്ക് എടാ അത് അവൻ എന്താ പറഞ്ഞ അവൻ നമ്മടുത്ത് ആദ്യം നീ അമ്പി കളിക്കില്ലേ? കാരണം എന്താ അവൻ പറയുന്നത്? കാരണം എന്താ ആണാണി അടിക്കാൻ പറ അവൻ അടിക്കത്തില്ലേ? ചുമ്മാ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഫണ്ണായിട്ട് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, നീ ചുമ്മാ ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടിട്ട് ഫണ്ണായിട്ട് അടിക്കട്ടെ പറയുമ്പോ നീ ധൈര്യം വേണ്ടി അടിക്കുന്ന പറയുമ്പോ അപ്പൊ തന്നെ ചാടി കയറി അടിക്കുവാണോ? അല്ലല്ലോ. എടാ നമ്മളവിടെ ഒരു അപ്പൊ കത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ ഫണ്ണാണെങ്കിൽ ബാക്കി കത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ജൂണെ ഒരാള് എടാ സംഭവിച്ചാ അവനാണ് ആദ്യം സ്റ്റീവ് വന്ന് ആദ്യം നമ്മുടെ അടുത്ത് വന്ന് ചൊറഞ്ഞതാണ്. വള്ളി സിറ്റുവേഷൻ എടുക്കാൻ തന്നെയാണ് വന്നത്. അവന് നന്നായിട്ട് അറിയാം സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വന്നടാ. വന്നിട്ട് ആദ്യം നമ്മളൊന്നും ഫയർ ഒന്നും ചെയ്തിട്ടില്ല. അവനാണ് സൗണ്ട് മാറ്റി രൂപത്തും മാറ്റിയിട്ട് ഇവനെ അടിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് അടിക്കുന്നേ. നമ്മള് കത്തിക്കാൻ വെറുതെ ഒരു സിറ്റിസൺ വന്ന് നമ്മളോട് തള്ളം പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് ജുഗുറു ചോദിച്ചില്ലേ? നിങ്ങളൊന്ന് തിരിച്ചു നാലിച്ചു നോക്ക്. നമ്മളാണ് അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കത്തിക്കത്തില്ലായിരുന്നു. അവൻ കത്തിക്കും. സിറ്റുവേഷൻ ഇതാണ്. നിങ്ങൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് എന്റെ ബാക്കി ഇരുന്ന് അമ്പി കളിക്കില്ലെന്ന് പറഞ്ഞു ഇക്ക് അടിക്കുന്ന ബ്രോയെ. അവിടെ ഇരുന്ന് സ്റ്റീവ് അമ്പി കളിക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്പി കളിക്കില്ലെന്ന്. മനസ്സിലായ? എന്റെ പേരിൽ ബ്രോയിലെ കൊണച്ചു തുടങ്ങി എന്റെ ഇതിൽ. ബ്രോ അത് കൊണയാണ്. അത് ഇത് വെടിവെച്ച് അല്ലല്ല ബ്രോയ്ക്ക് അത് കൊണയല്ലേ? അപ്പൊ കൊണച്ച് തിരിച്ചും കൊണച്ച് അപ്പൊ ബ്രോയും കൊണച്ചില്ലേ? അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ബ്രോ. ഓക്കെ ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് അടിച്ചതെന്ന് വെച്ചില്ലേ? ഫസ്റ്റ് സിറ്റുവേഷനിൽ അവൻ എന്തിനാണ് അടിച്ചത്? അതുകൊണ്ടാണ് ഇപ്പൊ തിരിച്ചടിച്ചത്. ഇത് ഇനിഷ്യലി കഴിഞ്ഞല്ലേ ആദ്യത്തെ? സംസാരിക്കാനല്ലായിരുന്നോ? നമ്മള് ഫയർ ചെയ്തിട്ടില്ല ആരും. എടാ ജുഗ്രു നീ ഫയർ ചെയ്തിട്ടില്ലെന്നല്ല, മിണ്ടുമ്പോ നമ്മ ട്രിഗറാ നമ്മ അടിക്കും. കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ഇറങ്ങുന്നേ. എങ്ങോട്ടാ? അകത്തേക്ക് വരും. എടാ കൊണ്ടുപോടാ അവനെ കൊണ്ടുപോകാ. അത്തേ കൊണ്ടു അവനെ നോക്കി വെച്ചോട്ടെ. ജുഗ്രുടാ ഇല്ല ബ്രോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഫ്രണ്ട്ലി ഒന്നും ആവുന്നില്ല, ഹെൽപ്പില്ല.
ഫ്രണ്ട്ലി ഒന്നും ഇല്ലടാ, ഫ്രണ്ട്ലി ഒന്നും ഇല്ല, അത് സീനൊന്നും ഇല്ല. അല്ല നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത് ഫ്രണ്ട്ലി ആയിട്ടും സംസാരിക്കുന്നുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ബാക്കി നമ്മളിങ്ങനെ പൊതുവെ സംസാരിക്കും, മനസ്സിലായ? വേറെ പ്രശ്നമൊന്നും ഇല്ല. നമ്മളിങ്ങനെ പാചകമൊക്കെ ചെയ്യിപ്പിക്കും, മനസ്സിലായ? പടാ ഇതിന്റെ ഷാഗില്ലടാ. എടാ നീ ആ കുപ്പായം ഷഡിയൊന്നും ഊരിയ നോക്കട്ടെ. നീ മൊത്തം ഇനി നീ ഒരു പാട്ട് പാടി. ഒരു പാട്ട് പാടി ആകട്ടെ. ഏത് പാട്ട് വേണം? ഇഷ്ടമുള്ള ഡാൻസ്. എന്താണ് ഒരു മിനിറ്റ് ഇതിന്റെ ഹോസ്റ്റ് എടുക്കത്തേ, പക്ഷേ ഇത് ആർക്ക് വേണ്ടി? ഇത് ഷായിക്ക് വേണ്ടിയാണ്. അതിന്റെ ഒരു പോട്ടർ കോട്ടർ ജുഗുർ. ഓക്കെ, നല്ല പേര് ബ്രോ. ഇത്ര അറിയത്തുള്ളൂ കേട്ടാ പാട്ടിന്റെ തുടക്കം. ഇല്ല കുക്കിംഗ് അറിയത്തില്ല കേട്ടോ, ഞാൻ കുക്ക് ചെയ്യത്തില്ല. പഠിപ്പിച്ചു കൊടുത്തേ. ആദ്യം നമ്മൾ വെക്കാം നമ്മുടെ സാമ്പാറുണ്ട്. ചിക്കൻ കറി വെക്കണം. നീ കൂടി ഐറ്റം മതി. ചിക്കൻ കറി നോക്കാം, ട്രൈ ചെയ്യാം. കണ്ടുപിട്ടിട്ടുണ്ട്. വാ. നിനക്ക് ചിക്കൻ കറി വെക്കാൻ അറിഞ്ഞൂടാ? ഇല്ല, ഞാൻ അടുക്കള കയറാറ് പോലും ഇല്ല. അടുക്കള കയറാറില്ല? ഇല്ല. അപ്പം ആദ്യം കോഴീനെ മേടിക്കണം. എത്ര കിലോ നീ കഴിക്കും? ഒരാൾക്കാണോ അല്ല എത്ര പേർക്കാണ്? അല്ല നീ നിനക്ക് വേണ്ടിട്ട്. എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് കഴിക്കും. ഞാൻ ലഘു ഭക്ഷണം കുറച്ച് കഴിക്കും. ലഘു ഭക്ഷണം. അപ്പൊ നീ എത്ര കിലോ കോഴി? ബ്രോ അപ്പം നമുക്ക് ഇതിന്ന് മേടിക്കാം, മറ്റേ പാക്കറ്റ് ഇല്ലേ, ബോൺലെസ്. ബോൺലെസ് ആണോ നീ? എനിക്ക് മറ്റേ എല്ലാം ഇഷ്ടമല്ല. കാര്യം പറയട്ടെ, ബോൺലെസ് ഇല്ല. ജാക്സ്പർ അവൻ പറയട്ടെ, കുഴപ്പമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാലേ നമുക്ക് ആദ്യം കോഴീനെ പിടിക്കണം. ഓടി കോഴീനെ പിടിച്ചിട്ട് കുളിപ്പിക്കണം. കുളിപ്പിച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ആദ്യം ഇവനെ ഓട്ടിക്കണ്ടേടാ ജാക്സ്പർ. ആദ്യം ഓട്ടിച്ച് നമുക്ക് കോഴിയെ പിടിക്കണം. കോഴിയെ പിടിച്ചിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കണം. ചിക്കൻ കറി വയ്ക്കണം. ഓക്കെ അല്ലേ? സാമ്പാർ ചിക്കൻ കറിയും കൂടെ. അപ്പൊ ആദ്യം ഓടാ. ജാക്സ്പർ നീ ഒന്ന് കോഴിയെ പിടിപ്പിച്ചതാ പെട്ടെന്ന്. കോഴി ഓടിപ്പിക്കാനാ? ഗ്യാങ്സ് അല്ല, ഇവിടുന്ന് ഓടിയ ഈ കസാരയിലെ 2 ചിക്കൻ കോഴി. അതൊന്നും ഓടിയണ്ടാ, അത്രയൊന്നും ചെലവാണ്. കസാരയിലെ ചുറ്റും ഓടിച്ചോ. കസാരയിലെ ചുറ്റും ഓടിക്കും. നിങ്ങൾ എന്നെക്കാളും മണ്ടയിലൊക്കെ കയറും കേട്ടാ. ചാടി കയറിക്കോണം കേട്ടാ. ഏതിന്റെ? എന്റെ പുറകില് അച്ഛൻ, എന്റെ പുറകില് ചാടി കയറി. അതിന്റെ മണ്ടയ്ക്കാട് കിട്ടി. ഇനി അതിനെ കുളിപ്പിക്കണം. അപ്പം നീ അവിടെ ഇരുന്ന് അങ്ങ് കുളിപ്പിര്. അങ്ങോട്ട് അറുത്ത് ക്ലീൻ ആക്കിട്ടാ. അവിടെ ഇരിക്കണേ, ഇരുന്ന് കുളിപ്പിക്കണേ കേട്ടാ. നോക്കണേ, മറ്റേ പൂടയൊക്കെ ശരിക്കും പറിക്കണേ. പൂടയൊക്കെ എല്ലാം ക്ലീൻ ആക്കി കോഴി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി നമുക്ക് കഴിക്കേണ്ടതാണ്. ഇതെനിക്കില്ലേ? നിനക്കില്ല. എടാ നിനക്ക് തിന്നാനാടാ. എടാ ഞാൻ പറയട്ടെ, നീ വന്നപ്പോ നമ്മള് ഇവിടെ ഉണ്ടാക്കിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. മനസ്സിലായ? സ്നേഹമുള്ളവര് അതിഥി ഭവാന്നാണ്. മനസ്സിലായ? ക്ലീൻ ആക്കി. ഇനി പൂടയൊക്കെ ഒരുച്ചല്ല. എല്ലാം പറിച്ചു മറ്റേ വെള്ളത്തിട്ട് ക്ലീൻ ആക്കി. ഇനി ആദ്യം ഗ്യാസ് ചൂടാക്കുക. അതിന് മുമ്പ് പച്ചക്കറി അരിയണം. അയ്യോ, ഉള്ളി, സവാള, ഇഞ്ചി, മല്ലിപ്പൊടി, അതൊക്കെ. മല്ലിപ്പൊടി പച്ചക്കറി അല്ല. പച്ചക്കറിയുടെ കൂടെ അരിയണം. മനസ്സിലായ? മല്ലിയോ? മല്ലിയല്ല.
ബ്രോ അതെനിക്ക് ഇഷ്ടമല്ല, മല്ലിയില ഇഷ്ടമല്ല എനിക്ക്. അതാലും ഇട്ടോ നമ്മളെല്ലാരും ഇന്ന് കഴിക്കാൻ പോവാണ്, മനസ്സിലായത്? ഏത് ഒരു മിനിറ്റ്. കുക്കാ കുക്ക് ഇവിടെ ചെയ്തു. ഇവിടാണ് തീയുള്ള. കത്തത്തില്ലല്ലോ. ഇതാരാണ് ബ്രോ ബ്രോ അടുക്കള ഉക്കുപ്പയിടാ. ബ്രോ മാറല്ലോ ഭാവി ഷെഫിന്. എടാ കുക്കില്ലല്ലേ? അല്ല മറ്റേ സാധനം കുക്കില്ല കേട്ടാ. അവിടെ വൻ കൊണ കേട്ടോ. ഇനി നീ റെസിപ്പി പറഞ്ഞാൽ മതിയടാ. ഇനി കുക്ക് ചെയ്യണ്ട. കുക്ക് ഇല്ലാത്ത കോഴീനെ പിടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടാ മതി, നമ്മള് തിന്നോളാം. റെസിപ്പി എനിക്കറിയത്തില്ലല്ലോ, ഞാൻ അടുക്കള കയറത്തില്ലല്ലോ. എടാ നിനക്ക് റെസിപ്പി അറിഞ്ഞൂടാ? ഇല്ല. നീ പറ, എന്നാലും നീ ഒരു ഊഹം വെച്ച് നിന്റെ ചിക്കൻ കറിയിൽ എന്തൊക്കെ കാണും, എന്തൊക്കെ എന്താ ചിക്കൻ കറി ഞാൻ കാണുന്ന പീസ് ചാറ്. എന്തൊക്കെ ചാറിന്റെ അകത്ത് എന്തൊക്കെ വരും നിനക്ക്? ചാറിന്റെ അകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്താ അറിയത്തില്ല കേട്ടോ. മല്ലിപ്പൊടി നീ ടേസ്റ്റ് ചെയ്തില്ല? അത് ഇല്ല, അത് മൊത്തം മിക്സഡ് ആകുമ്പോ അറിയത്തില്ലല്ലോ. ഉപ്പ്, ഗരം മസാല. പിന്നെ നമുക്ക് ഇതിനായിട്ട് നോക്കി ഇതാക്കിയല്ലോ മറ്റേ മസാല, ചിക്കൻ മസാല ഇട്ടാ പോരെ. മസാല പിന്നെ വേറെന്തൊക്കെ ഉണ്ട് നീ ഇടും? അത്രേ ഉള്ളൂ. പിന്നെ പച്ചക്കറി ഉറിഞ്ചി കുടിക്കുവോ അതാ നീ കടിച്ചു പൊട്ടിക്കുവോ? ഇല്ല, ഞാൻ മറ്റേ എനിക്ക് എല്ലാം ഇഷ്ടമല്ല, മറ്റേ ബോൺലെസ്. ഇവൻ ചിക്കൻ കറി മീൻസ് ഇവിടെ സ്റ്റൗ ഇല്ലാത്തതുകൊണ്ട് ഇവൻ ചിക്കൻ കറി വെക്കുന്നുണ്ടാവും. ഞാൻ റെസിപ്പി പറയിപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഡീൽ ചെയ്തു. ആരാണ് അടുത്ത ഷെഫ്? ആരാണ്? നെല്ലിക്കാണോ? നെല്ലിക്ക് നീ ഒരു പാട്ട് പാടി കൊടുത്തടാ, നോക്കട്ടെ. മറ്റേ പാട്ട് പാടി കൊടുത്തേ. ഒരു കാര്യം ചെയ്ത് വെയിറ്റ് ചെയ്ത് എല്ലാരും സൈഡ് മാറിക്കേ. നെല്ലിക്ക ഒരു പാട്ട് പാടാ. നല്ലൊരു പാട്ട് പാടി. നല്ല പാട്ട് പാടി. ഇവന്റെ കൂട്ടത്തിൽ മറ്റേ അമ്പത്തൂർ ഇപ്പൊ ഒന്ന് കൊണച്ചില്ലേ, ആ പാട്ട് ഇവൻ പാടണം. ആ പാട്ട് ഇവൻ തിരിച്ചു പാടണം കേട്ടാ. പഠിക്കോ? റെഡിയാണോ? ജിഗ്രൂ കേട്ടോണേ. അമ്പത്തൂറിന്റെ കുണ്ടി കരിങ്കൊണ്ടി ചപ്പുണ്ടി പാലക്കാടൻ കുണ്ടി കരിങ്കൊണ്ടി. ഇത് എനിക്ക് സ്ലാഗ് പറ്റില്ല. എടാ അത് ഇത് അമ്പത്തൂരിന്റെ കൊണ്ടി കരിങ്കൊണ്ടി ചമ്പുണ്ടി പാലക്കാടൻ കൊണ്ടി കരിങ്കൊണ്ടി. അമ്പത്തൂരിന്റെ കുണ്ടി കരിങ്കുണ്ടി ചെമ്പുണ്ടി. ചെമ്പുണ്ടി അമ്പത്തൂരിന്റെ കുണ്ടി പാലക്കാടൻ കുണ്ടി കരിങ്കൊണ്ടി. പാലക്കാടൻ കുണ്ടി. ഈ സ്ലാങ് കിട്ടൂല. ഒരാത്മാർത്ഥതയില്ലല്ലോ പറയാൻ. പാടി കൊടുത്തേ. അമ്പത്തൂരിന്റെ കുണ്ടി കരിങ്കൊണ്ടി ചെമ്പുണ്ടി പാലക്കാടൻ കുണ്ടി കരിങ്കൊണ്ടി. ഇടത്ത് വരട്ടെ. കരിങ്കുണ്ടി. എനിക്ക് ഇത് കിട്ടുന്നില്ല. നല്ലൊരു പാട്ടുണ്ട് നിന്റെ വലിയൊന്ന് പാടി കൊടുത്തടാ. എനിക്ക് പാടാൻ അറിയത്തില്ല. അതൊക്കെ ഇടാ. അടിയില എടാ നീ ട്രൈ ചെയ്ത് നോക്ക്, പറ്റും. ജസ്റ്റ് ഒന്ന് പാടി നോക്ക്. നീ ജസ്റ്റ് ഒന്ന് പാട്. കേക്കണം. ഒന്നുകൂടെ നീ പാടണം. എടാ ഈ പയ്യന് മനസ്സിലാതല്ലോ. എടാ അമ്പത്തൂരിന്റെ കുണ്ടി കരിങ്കൊണ്ടി ചെമ്പുണ്ടി പാലക്കാടൻ കുണ്ടി കരിങ്കൊണ്ടി. അത്രേ ഉള്ളൂ. 4 വരിയേ ഉള്ളൂ. 4 വരി. നിനക്ക് സിവിളായി പാടാം. ഇല്ലടാ എനിക്ക് സ്ലാങ് ഇത് കിട്ടുന്നില്ല. അതാ നീ എന്നാ നീ എന്ന ഈണത്തില് ഞാൻ കുറച്ചമ്മ നിനക്ക് മനസ്സിലാത്തിട്ടുണ്ടാവല്ലോ അന്ന് പാടി. അമ്പത്തൂരിന്റെ കുണ്ടി കരിങ്കുണ്ടി പാലക്കാടൻ കുണ്ടി ചെമ്പുണ്ടി പാലക്കാടൻ കുണ്ടി കരിങ്കുണ്ടി. പാട്ട് നീ മോശമാണല്ലേ ജിബ്രു? ഇല്ല ഈ ആ ടോൺ എനിക്ക് കിട്ടണ്ടേ. ആണ് ഒന്നും കൂടെ ഒരു ട്രൈയും കൂടെ നോക്ക്. ഇല്ല കിട്ടൂല. ഇത് കിട്ടത്തില്ല. അപ്പൊ വേറെ പാട്ട് പാടി. പേടി കറക്റ്റ്.
മലാക്കിനെ ഇന്ന് വിളിച്ചടാ. മലാക്ക് ടൈം ഇല്ലേടാ, പെട്ടെന്ന് 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 അവന് പാട്ട് പാടാൻ റെഡി ആയിട്ടിരിക്കണം പയ്യൻ, പെട്ടെന്ന് മലാക്കേ. എടാ മലാക്കേ, എടാ കേക്കണ, പെട്ടെന്ന് റെഡി ആയിരിക്കണം, അടുത്ത പാട്ട് പാടിയോളൂ. മതി മതി, ഇവിടെ ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്നാ. മരക്കിലോട്ട് അപ്പുറത്താണല്ലോ പെട്രോൾ ഒഴിക്കുന്നവൻ. ഇതിന്റെ വണ്ടിയിലോട്ടൊക്കെ അങ്ങനെ നിന്നോ. ഓക്കെ ഇപ്പോ സ്നേഹം മാത്രം മറക്കല്ലേ, ബീജം മറക്കല്ലേ. സ്നേഹം മാത്രം. സ്നേഹത്തിന്റെ പുറത്താണ്. ടാറ്റ ജുഗുറു. അയ്യോ ജുഗുറു. ടാറ്റാടാ.